ഞാൻ ശബരിമലയിൽ പോയി. കുറച്ചു നാൾ മുന്നേ നമ്മുടെ റിയാൻകുട്ടൻ ടോപ്പ് സിംഗറിൽ വന്നിട്ട് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഓക്കെ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ശബരിമലയിൽ പോകണം. എന്തായാലും പോകാൻ പറ്റട്ടെ. പമ്പ പാടും പാട്ടിലും സ്വരരാഗമയ്യൻ നെഞ്ചു നെയ്തി പുണ്യപാപക്കെട്ടുമായി നെയ്യുപോലെന്നുള്ള മുരുകി മുള്ളുവഴിയിൽ അയ്യപ്പ അയ്യപ്പ ശബരീശ വരികയാണു നിൻ ശരണമതിനായി ശരണവഴിയിലൊരലിവിനൊളിയായി മരുവുമണി കണ്ഠൻ ഈയാ ദുരിതമയ്യാ നടയിൽ വയ്യാതൊഴിയുമാധികളും അൻപ് വാഴും നീലിമലയിൽ അയ്യനയ്യൻ പമ്പ പാടും പാട്ടിലും സ്വരരാഗമയ്യൻ തെല്ലു ദൂരം ചെന്നാലെന്നരികിലായി കണ്ണായൻ വഴിയുമായി കുന്നോളം തുണയുമായി ശരണമേകിയവൻ തിരുനടയിലമരുന്നേ മലയേറിയിരുമുടിയും കഥനമൊരു പിടിയും കതിരുപോലൊരു കനവുമായി ഞാൻ പഠിച്ചവിട്ടുന്നേ അയ്യൻ ശരണമല്ലാതൊരുവനില്ല നിയതമീ വഴി അൻപ് വാഴും നീലിമലയിൽ അയ്യനയ്യൻ പമ്പ പാടും പാട്ടിലും സ്വരരാഗമയ്യൻ തെല്ലു നേരം നെഞ്ചോരം നീറുമെന്ന് നിന്നോമൽ പൂഞ്ചൊടിയിൽ സന്താപം നിറയുമെന്ന് വിജനവഴികളിലാശ്രയമരുളുമതിശയമായി ഈരേഴു പാരതിലും 18 മലകളിലും മമ മനസ്സിലുമുണരുമനുഭവ ശരണമണിനാദം ദേവൻ ശരണമയ്യൻ ശരണമയ്യൻ സവിധമടി ചരണം അൻപ് വാഴും നീലിമലയിൽ അയ്യനയ്യൻ പമ്പ പാടും പാട്ടിലും സ്വരരാഗമയ്യൻ അയ്യപ്പ
അയ്യപ്പ ശബരീശ സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ. രേങ്ങോട്ടാ എന്തോ അന്നെ കരഞ്ഞെന്തിനടാ? എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഞാൻ എരുമേലിയിലൊക്കെ പോയി വേട്ടയൊക്കെ തുള്ളി. അത് കണ്ടപ്പോ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? പേട്ട തുടർന്ന് അച്ഛനും ഉണ്ടായിരുന്നു കൂടെ, പിന്നെ നമ്മുടെ വിഷ്ണുകുട്ടൻ ഉണ്ടായിരുന്നു, ജാക്കി ചേട്ടൻ ഉണ്ടായിരുന്നു, ജാക്കി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരല്ലേ ഇങ്ങനെ രണ്ട് കയ്യിലും ഇങ്ങനെ ഇങ്ങനെ എടുത്തോണ്ട് അല്ലേ? മാമല വാഴുന്ന ശ്രീമണി കണ്ഠ ശബരി പീഠ നിവാസ സത്യസ്വരൂപനേ നമോ ഹരിഹരസുതനേ സത്യസ്വരൂപനേ നമോ. മാമല വാഴുന്ന ശ്രീമണി കണ്ഠ ശബരി പീഠ നിവാസ സത്യസ്വരൂപനേ നമോ. അവരിങ്ങനെ അയ്യപ്പന്റെ സ്ഥാനത്ത് ഇങ്ങനെ എന്നെ ഇങ്ങനെ പിടിച്ച് അവരുടെ കൈയൊക്കെ വേർക്കുമായിരുന്നു ഞാൻ കണ്ടപ്പോ. ആണോ? എന്തായാലും അവിടെ എത്തിയല്ലോ. എത്തി. എന്നിട്ട് സ്വാമി കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഞാൻ ഹരിവരാസനം കേൾക്കണമെന്നും അയ്യപ്പനെ കാണണമെന്നും വിചാരിച്ചിട്ടായിരുന്നു രാത്രിയാണ് ഞാൻ അവിടെ കേറിയത്. അപ്പൊ അവിടെ കേറി അവിടെ എത്തലും നട അടയ്ക്കലും ഹരിവരാസനം കേൾക്കലും ഒരുമിച്ചായിരുന്നു. അയ്യപ്പനെ കണ്ടു. 18ാം പടിയിൽ തിരക്കൊക്കെ ആയപ്പം ഞാൻ പേടിച്ചു പോയി. അപ്പൊ പെട്ടെന്ന് പോലീസ് അങ്കിളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് എന്നെ നടയിലൊക്കെ ഇരുത്തി തൊഴിച്ച്. പിന്നെ കൊടിമരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് ഞങ്ങള് ഹരിവരാസനം ഹരിവരാസനം. കെട്ട് നിറച്ചത് എവിടെന്നാ? മൂര്യമംഗലം. മുരിയമംഗലം നരസിംഹസ്വാമി ക്ഷേത്രത്തില്. വില്ലേന്റെ അടുത്തുള്ള അമ്പലത്തിൽ. മനസ്സിലായി. ഓക്കെ, അവിടെയാ കെട്ട് നിറച്ച്. പേട്ട തുള്ളിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? പേട്ട തുള്ളിയപ്പം ചെണ്ടകൊട്ടിനെ അനുസരിച്ചാ ഞങ്ങള് തുള്ളിയ. ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു. ആണല്ലേ? ഇനിയും പോകാൻ തോന്നുന്നുണ്ടോ? ഇനിയും പോണമെന്നുണ്ട്. അങ്ങനെയാണ് ശബരിമല പോയി കഴിഞ്ഞാൽ. കല്ലും മുള്ളും കാലിക്കമെത്തെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഹരിവരാസനം കേൾക്കണം എന്നറിയുന്ന അവന് അയ്യപ്പനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കയറിയത്. അപ്പൊ ഞാൻ ആദ്യം പമ്പ ഗണപതിയെ കണ്ടു. എന്നിട്ട് കേറുമ്പോ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് ഞങ്ങള് കണ്ടു, പാട്ടിലുണ്ട്. ഈ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട്. ശരിയാ. നേരം അങ്ങനെ കയറി. എന്തായാലും ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടു. അങ്കിള് എനിക്ക് തോന്നുന്ന ഒരു 35 പ്രാവശ്യം പോയിട്ടുണ്ട് ശബരിമലയില്. ഞാനും ഏകദേശം അത്രയും പോയിട്ടുണ്ട്. അതെ, കുട്ടിക്കാലത്തൊക്കെ 2-3 പ്രാവശ്യം പോവും വർഷത്തില്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റിയാൻകുട്ടൻ ശബരിമലയിൽ എത്തി. പിന്നെ അയ്യപ്പനെ കണ്ടിട്ട് എന്താ ഞാൻ പ്രാർത്ഥിച്ചെന്നറിയോ? എന്താ പ്രാർത്ഥിച്ചേ? എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടണം. എനിക്ക് പിന്നെ അച്ഛനെയും അമ്മേനെയും അനിയത്തിനെയും അയ്യപ്പനെയൊക്കെ നേരിൽ കാണാൻ പറ്റണേന്നും പ്രാർത്ഥിച്ചു. ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആവണേന്നും പ്രാർത്ഥിച്ചു. പാട്ടുകാരനും ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. അയ്യപ്പനെ അതിനെ അനുഗ്രഹിക്കട്ടെ. എന്റെ അമ്മമ്മ കരഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ കാഴ്ച കിട്ടണം എന്റെ മുന്നിൽ നിന്നിട്ട് കരഞ്ഞിട്ടായിരുന്നു അയ്യപ്പനോട് പ്രാർത്ഥിച്ച. അപ്പോളേ എനിക്ക് എന്തിനിങ്ങനെ കരയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയായിരുന്നു. റിയാൻകുട്ടൻ നമ്മുടെ മോനല്ലേ, നമ്മുടെ ഓമന മോനല്ലേ? തീർച്ചയായിട്ടും നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ റിയാൻകുട്ടന് കാഴ്ച കിട്ടണം,
അച്ഛനെയും അമ്മയും ഒക്കെ കാണാൻ പറ്റണം, അനിയത്തിനെയും കാണാൻ പറ്റണം, അയ്യപ്പനെയും കാണാൻ പറ്റണം. പിന്നെ മ്യൂസിക് ഡയറക്ടർ ആണെന്ന് പറഞ്ഞില്ലേ? അതെ. അങ്കിളല്ലേ ഇരിക്കണത്, പിന്നെ എന്തിനു പേടിക്കണത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഞാൻ കൂടെ കൂട്ടല്ലേ. ആ മീനുകൂടാ, നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ഈ സ്വാമിയുടെ അടുത്തൊക്കെ പോയോണ്ടായിരിക്കും കേട്ടോ. ഞാൻ ചെന്നൈയിൽ പോയിട്ട് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റില് ഞാൻ കൊച്ചിയിൽ വരുന്നു, പിന്നെ ഞാൻ ഹോട്ടലിൽ പോകുന്നു. അപ്പോൾ ഈ ചെന്നൈയിൽ നമ്മുടെ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് ഒരു ക്യാബ് കയറി. അപ്പോൾ ക്യാബ് കയറിയപ്പോഴത്തേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ റെയർ വ്യൂ മിററിലൂടെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാനിത് എന്താന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ ഉങ്ക എങ്കയോ പാത്തിருக்கு സാർ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് കേരളാവിലെ ഒരു മ്യൂസിക് കമ്പോസർ. அந்த மாதிரியா நான் ஒரு ரீல் பார்த்தது நேத்துக்கு. அதில் ஒரு பையன் வந்து ரொம்ப பியூட்டிஃபுல்லா பாடுறது. எது ஆ பையனோட பேரு எனக்கு റിയാൻ சொல்லி ഒരു പയ്യൻ, റിയാൻ சொல்லி ഒരു പയ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു, റിയാൻകുട്ടൻ നമ്മുടെ പയ്യനാണ്. അതിൽ താൻ സാറിനെ പാത്തത് അതാ എന്ന് പറഞ്ഞു. അപ്പൊ അവര് ரொம்ப നല്ല പാടുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര രസമായി. അപ്പൊ അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങി, പിന്നെ കാറിൽ കയറാണ്. അപ്പൊ നമ്മുടെ കാറിൽ കയറുമ്പോഴത്തേക്കും ഒരു സയ്യിദ് എന്ന് പറഞ്ഞിട്ട് ഒരു അനിയനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ഇത് ഒരു ദിവസമാണ് സംഭവിക്കണമെന്ന് വിചാരിക്കണം. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും സയ്യിദ് എൻ്റെ അടുത്ത് പറയണം, സർ ഞാൻ ടോപ്പ് സിംഗർ കാണാറുണ്ട്, റിയാൻകുട്ടന്റെ പാട്ട് അസാധ്യമാണ്, എങ്ങനെ റിയാൻകുട്ടൻ പാട്ടുകളൊക്കെ പാടുന്നത് എന്ന് എനിക്ക് ചോദിച്ചു. അപ്പൊ ഒരു ദിവസം തന്നെ റിയാൻകുട്ടനെ പറ്റി 2 പേര് പറയുന്നു. മാത്രമല്ല, റിയാൻകുട്ടന്റെ റീലുകൾ കാരണം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല. എത്രയാണെന്നറിയോ? എടാ ഒരു രക്ഷയില്ല. താങ്ക് യു സാർ. അപ്പൊ അങ്ങനെ നമ്മുടെ റിയാൻകുട്ടൻ വലിയൊരു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതെ. ഭാഷകൾക്ക് അതീതമായി ഭാഷകൾക്കപ്പുറം അല്ലേ സഞ്ചരിച്ചിരിക്കുകയാണ്. എനിക്കിപ്പോ ഇനി ശബരിമല പോകുമ്പോ ഇല്ലേ, എന്റെ അനിയത്തിനെയും കൊണ്ട് പോണമെന്നുണ്ട്. അതും സാധിക്കട്ടെ. ഓക്കെ. താങ്ക് യു. പമ്പയിലേക്ക് ഇറങ്ങിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? പമ്പയില് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുമ്പം ജാക്കി ചേട്ടനും വിഷ്ണു ചേട്ടനും പറഞ്ഞായിരുന്നു, നിനക്കൊരു സർപ്രൈസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. വെള്ളത്തില് ചവിട്ടിയപ്പം ഞാൻ ചോദിച്ചതെന്താ ചേട്ടാ, ഭയങ്കര തണുപ്പാണല്ലോ. അപ്പം ചേട്ടൻ പറഞ്ഞു, നമ്മള് പമ്പയിലെത്തി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷായല്ലേ? നല്ല തണുപ്പാണല്ലേ പമ്പയിലെ വെള്ളത്തിന്. റിയാൻകുട്ടാ, ഈ പമ്പയിന്ന് നമ്മള് സന്നിധാനത്തിൽ എത്താനായിട്ട് എത്ര നേരം എടുത്തു? അതിപ്പോ ഒരു 2.5 മണിക്കൂർ എടുത്തു. 2.5 മണിക്കൂറിലെത്തിയാ? അങ്കിളൊക്കെ ചിലപ്പോ 4 മണിക്കൂർ എടുക്കാറുണ്ട്. ദൈവമേ, അവിടെ ഇരുന്നിരുന്നല്ലേ പോകാൻ പറ്റുമോ? ഒരുപാട് വയസ്സായില്ലേ റിയാൻകുട്ടാ? എന്തോ ഈ പാട്ട് അസാധ്യമാണല്ലോ. എന്ത്? റിയാൻകുട്ടൻ പാടിയിട്ടുണ്ട്, അതിന്റെ കൂടെ പാടിയിരിക്കുന്ന ആരാണ്? മധു സാർ. ജലദോഷ് കുമാർ ഉണ്ടായിരുന്നു. കുറച്ച് പക്ഷെ ജലദോഷിനെ ഒന്നും അറിയുന്നില്ല അല്ലേ? മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്യാമാണ്. നമ്മുടെ ഗ്രൂമർ ശ്യാമാണ്. ലിറിക്സ് വിപിനാണ്. പിന്നെ ഇതിൽ കോറസ് പാടിയിരിക്കുന്നത് നമ്മുടെ ഗ്രൂമേഴ്സ് എല്ലാവരും ചേർന്നാണ്. വൈശാഖ്, സിയാദ്, സനു എല്ലാവരും. അതെ. സ്വാതി സാറ്. ഓർക്കസ്ട്രേഷൻ ഓമനക്കുട്ടനാണ്. പിന്നെ റിയാൻകുട്ടനോട് ജാക്കി വിഷ്ണു അല്ലേ? നമുക്ക് ഈ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് തന്നത് ആദർശും തമിഴുമാണ്. ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജിതേഷ് ആണ്. പിന്നെ ഇത് മിക്സ് മാസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓഡിയോ, അത് നമ്മുടെ പ്രിയപ്പെട്ട ടിജു ആണ്. ഓക്കെ.